അപ്പൊ ഇന്ന് നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രാവലിംഗ് വേറെ എവിടെയല്ല, ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു അമ്പലമുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പാർത്ഥസാരഥിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ അർജുനന്റെ തേരാളിയാണ് കൃഷ്ണൻ. അപ്പൊ ആ ഒരു രൂപത്തിലുള്ള അമ്പലമാണ് പാർത്ഥസാരഥി എന്ന് പറയുന്നത്. സാരഥി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ബസ് ഡ്രൈവിംഗിലാണെങ്കിലും ചില ഓട്ടോറിക്ഷകൾക്ക് പേര് സാരഥി എന്നായിരിക്കും. അപ്പൊ നമ്മൾ പാർത്ഥസാരഥി അമ്പലത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ് അമ്പലം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് ടൈപ്പുകയും കൂടിയാണ്. നമ്മളിവിടെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, താണിപ്പറമ്പ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പരിപാടിക്ക്. അന്ന് വീഡിയോ ഒക്കെ പിടിച്ചു. സ്കന്ദഷഷ്ടി നല്ല രസമായിട്ട് നമുക്ക് കാണാനൊക്കെ സാധിച്ചു. കുറച്ച് മുന്നേ താലപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, തകിലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ അച്ഛൻ വെയിറ്റിംഗ് ആണ്. പൂവൊക്കെ താഴെ കിടക്കുക, പക്ഷെ വലിയ നാശമായിട്ടില്ല. അതിനർത്ഥം ഇപ്പോ, അതായത് കുറച്ച് മണിക്കൂർ മുൻപാവും ഇത് താഴെ വീഴുണ്ടാവുക. കാരണം രാവിലെ ആകുമ്പോൾ ഇതൊക്കെ താഴത്തോട്ട് ഇങ്ങനെ വീഴും. കാരണം ഇത് പുലർച്ചെയാണിത് പൊട്ടുണ്ടാവണത്, ഇങ്ങനെ പൂവായി മാറുന്നത്. രാവിലെ ആകുമ്പോൾ എല്ലാം താഴത്തേക്ക് വീഴുകയും ചെയ്യും. ഇതിന്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് മുന്നേ. പാരിജാതം എന്നാണ് ഇതിന്റെ പേര്, മരത്തിന്റെ പേര്. ഇരുന്നുകാരുണ്ടോന്ന് അറിയില്ല, കണ്ടില്ലേ നല്ലോണം കിടന്ന് കാറുണ്ട്. എന്താണാവോ. അച്ഛൻ മെട്രോ അടിക്കാൻ പോയി കേട്ടോ. ചിപ്പ് വരും. മെട്രോ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടാണ് നമുക്ക് അമ്പലത്തേക്കോ. അപ്പൊ അച്ഛൻ മെട്രോ അടിച്ചൂലേ? നമുക്ക് പോവാല്ലേ അമ്പലത്തേക്ക്? പാർത്ഥസാരഥി അമ്പലത്തിലോട്ട് നമുക്ക് പോയിട്ട് വരാം. പിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിവിടെ ആൾക്കാർക്ക് സുഖമായിട്ട് പോവുകയും ചെയ്യാം. കണ്ടില്ലേ? ആ ശരി, ട്രെയിൻ കിടക്കണാണ്. ചെന്നൈ കുമാറല്ലേ? രാത്രി എടുക്കുന്നതാണ്. ഇപ്പൊ 5 മണി മുതൽ വണ്ടി ഉണ്ടല്ലോ. അഞ്ചരക്കട്ട് എടുക്കും ഇവിടെ നിന്ന്. എടുത്തിട്ട് തൃശ്ശൂർ എത്തും. തൃശ്ശൂരത്ത് രാത്രി 8 മണിക്ക് യാത്രക്കാർക്ക് സുഖമായിട്ട് റോഡ് പണി നടക്കാൻ ബസ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലും കാറിലൊക്കെ നമ്മൾ ഈ വളം കൂടി കഴിഞ്ഞാൽ അമ്പലത്തിലെത്തി. അമ്പലത്തിന്റെ അമ്പലത്തിന് അവിടെ എത്തി. നല്ല സെറ്റപ്പ് ആക്കിയില്ല അമ്പലം, മുന്നത്തെ പോലെ അല്ല. അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള നടപ്പരയൊക്കെ അടിപൊളിയാക്കി. അത് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിലുണ്ടല്ലോ, പണ്ടത്തെ പോലെയല്ല, നല്ല മാറ്റമുണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാണുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. പക്ഷേ ഈ കാണുന്ന ഇതും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഓപ്പൺ ഏരിയ പോലെ ആയിരുന്നു കാണുമ്പോൾ. പക്ഷെ ഇപ്പോൾ നല്ല രീതിക്ക് ഫ്രണ്ട് ഭാഗത്തൊക്കെ ആണെങ്കിലും അതെല്ലാം കെട്ടി നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഷീറ്റ് ഉണ്ടല്ലോ മുകളിൽ, ഷീറ്റൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്നതാണ്, കുറച്ചായിട്ടുള്ളൂ. ഷീറ്റൊക്കെ പുതിയതായിട്ട് നല്ല രസം. ഇപ്പോൾ ചൂടുന്നെടുക്കില്ലേ ഈ ഭാഗത്തിൽ, കാണലാവും, നല്ല രസവും കാണാനായിട്ട്. നമ്മൾ പൂജാരി കേശവൻ്റെ പ്രതിമ പുതിയതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഭാഗം ആനനെ കാണിക്കാണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. 2-3 മാസം കണ്ടായിട്ടുള്ളൂ നമുക്ക് കഴിഞ്ഞിട്ട്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്താണല്ലോ മ്യൂറലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിട്ട് നല്ല, അത് പണ്ടോട്ടുള്ള കേട്ടോ, പുതിയതായിട്ട് വരച്ചു എന്നുള്ളൂ. നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. അമ്പലം നല്ല അമ്പലമായിട്ടുണ്ട്, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. എന്തായാലും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. പിന്നെ അകത്തെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ തേരുണ്ട്, നമ്മുടെ ഈ കാണുന്ന തേരുണ്ട് ഒറിജിനൽ. അപ്പോൾ അതിൻ്റെ വഴിപാടും ഞാനൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ അമ്പലത്തിനകത്തുണ്ടല്ലോ പാർത്ഥസാരഥി അമ്പലം എന്നാണ്. അപ്പോൾ ശരിക്കും ആ സാരഥി ഉണ്ടല്ലോ, നമ്മുടെ ഈ ആ രഥം, അതിനകത്ത് തന്നെയാണ് ഭഗവാനുള്ളത്. 2 സൈഡ് 2 കുതിരയൊക്കെ ഉണ്ട്, 4 കുതിര 2 സൈഡിലിട്ട്. ആലോചിക്കും, ഇത്ര നല്ല ഭംഗിയില്ല, അകത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര ഭംഗിയുള്ള അമ്പലമാണ്. എല്ലാവരും തിരിച്ചായിട്ട് വരണം. ഇവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ടല്ലോ, ആ ഭാഗത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷനുള്ളത് അല്ലേ. ഇപ്പോൾ റെയിൽവേ നേരെ ഇറങ്ങി ബാക്കിയുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആണെങ്കിൽ നേരെ ഗുരുവായൂരാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ അമ്പലം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലം, ഇവിടെ നിന്ന് അപ്പുറത്ത് പോയി അമ്മേരി അമ്പലം, ഇവിടെ നിന്ന് അടുത്തടുത്തായ അമ്പലങ്ങൾ തന്നെ. എന്തായാലും കൊള്ളാം. അപ്പോൾ നോക്കിയേ, കണിക്കൊന്ന ഒക്കെ പൂത്തിട്ടുണ്ട്, കണ്ടില്ലേ. വിഷു പോലും ആയിട്ടില്ല, പക്ഷേ അതിന് മുന്നേ കണിക്കൊന്ന വന്നു. എന്തായാലും കൊള്ളാം. തൊട്ടമ്പലത്തിനടുത്ത് തന്നെ ആയിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, അത് ആ ഭാഗത്തും ഉണ്ട്, കണ്ടില്ലേ. ആ ഭാഗത്തും കണിക്കൊന്നുണ്ട്. കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ, കണ്ടില്ലേ. പുതുക്കി പണി നടന്നുകൊണ്ടിരിക്കുക. മുകളിൽ ചെറിയ കെട്ടിലൊക്കെ ഇട്ടാണ്. മുകൾ ഭാഗത്തായിട്ട് കുറച്ച് പുതിയ ബിൽഡിങ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ,
അവർക്ക് ഇവിടെ നോക്കി എന്ത് വലിയ പതാക നാട്ടിലുണ്ട് കൃത്യമായിട്ട് അത് പറക്കണ്ട നല്ല രീതിക്ക്. അപ്പൊ വിശേഷം നല്ല അടിപൊളിയായിട്ട് പണിയാണ് നോക്കുകയാണ് ഇപ്പോ. ആ കാണുന്ന സംഭവങ്ങളൊക്കെ അല്ലേ ഇപ്പൊ വന്നതാ. കൊള്ളാം. അപ്പൊ ഇതാണ് ഈ അമ്പലത്തിലെ പശുക്കള്. പശു അല്ലേ ഇത്? പശു തന്നെ. ഗോമാതാന്നൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പൂജയാണുള്ളത്. ഇതാണ് ഇവിടുത്തെ പശുക്കളുണ്ടല്ലേ, ഇത് സൂചിക്കാണ്. 1 2 3 4 5 5 ഉണ്ട് അല്ലേ. രണ്ടുപേരും 4 പേര് ഞെട്ടിക്ക ഒക്കെയാണല്ലേ. ചിക്കാൻ പാടെന്ന് അറിയില്ല. അത് മതി. കൊള്ളാല്ലേ. അതവിടെ നിൽക്കണ്ടോ പാവങ്ങളാന്ന് തോന്നുന്നുണ്ട്. അതെ കൊള്ളാം. അവിടെ നിൽക്കണ്ടാണ് 2 അയ്യോ. അതാ കുക്കിനാണ് കേട്ടോ വന്നത്. ഇതൊക്കെ അമ്പലത്തിന്റെ സൈഡ് വെച്ച് എന്ത് രസമൊക്കെയാണ് അല്ലേ. വേറൊക്കെ എവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമായിട്ടേ കാണുന്നത്. കൊള്ളാം. ഇവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ വേറെ എവിടെയാന്ന് പോലെ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടായിട്ട് അമ്പലത്തേക്ക് വരുമെങ്കിൽ ഇത്രയും പ്രകൃതി ഭംഗി ഇത്രയും ഭംഗി എപ്പോഴും ശ്രദ്ധിക്കണത്. നല്ല കാറ്റുണ്ടല്ലേ, മുണ്ട് 4 സൈഡിക്ക് പോയത്. കൊള്ളാം. ഇതാണ് പാർത്ഥസാരഥി അമ്പലത്തിന് കുളം എന്ന് പറയുന്നത്. എന്ത് ഭംഗിയിലാണ് അല്ലേ ചാ? അതെ, ഇത് ഇവിടെയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ അടിപൊളി അല്ലേ. ഇവിടെ അതുപോലെ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ. അതെ. പിന്നെ അതെന്ന് പറയണത് ഓരോ വീടുകൾക്കുള്ള വഴിയല്ലേ അപ്പുറത്തെ സൈഡില്. ഇതെന്ന് പറയുമ്പോ ദേവസ്വത്തിന്റെ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെയാണ് ചിലപ്പോ വീടൊക്കെ തന്നെ വഴിയുണ്ടോ? ശരി. അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് അല്ലേ. അതെ അതെ, നല്ല വൃത്തിയുണ്ടല്ലോ കുളം. നല്ല പച്ച കളർ. കൊള്ളാം. ഇപ്പൊ എന്തായാലും കൊള്ളാല്ലേ ചെന്നത്തെ ദിവസം. നല്ലൊരു കുളം. ഇനി 11 മണിക്ക് ഭക്ഷണം ഉണ്ടല്ലോ അമ്പലത്തില്. അന്നദാനം. അത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയാണ് അന്നദാനം ഉള്ളത് ഇവിടെ കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണമായിരിക്കും അന്നദാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർത്ഥസാരഥി അമ്പലത്തിൽ ഗോപൂജയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പശുക്കളെയാണ് ഇപ്പോൾ അവിടെ നമ്മൾ കണ്ടത് കേട്ടോ. ഒത്തിരി പശുക്കളുണ്ട്. അതൊരു 11:30 ആ സമയമൊക്കെ ആകുമ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോപൂജ. അപ്പോൾ അങ്ങനെ ഒരു മറ്റേ സംഭവം കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഗുരുവായൂർ പാർത്ഥസാരഥി അമ്പലം നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിലാണ്. റെയിൽവേയിൽ മറ്റേ ട്രെയിൻ ഇറങ്ങി വരുന്നവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമത്. അതെ. അപ്പോൾ എന്തായാലും അടിപൊളി അമ്പലമാണത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.